വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. ഇതൊരു അറബിക് ഡിഷാണ്. ഇത് തുടങ്ങിയത് യമനിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത് സാധാരണയായിട്ട് അവർ ഉണ്ടാക്കുന്നത് ഒരു ഫയർ പിറ്റ് ഉണ്ടാക്കും. അതിനകത്ത് കനലെല്ലാം തീ ഉണ്ടായിരിക്കും. അതിനകത്തേക്ക് അവർ ഈ റൈസ്, ഇതിനു വേണ്ട റൈസ് ഇറക്കി വെക്കും. അതിന് മുകളിൽ മീറ്റ്, സാധാരണയായിട്ട് അവർ ഉപയോഗിക്കുന്നത് ചിക്കൻ അല്ലെങ്കിൽ ലാമ്പാണ്. അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു കമ്പി വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചിരിക്കും. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ വരുന്ന ജ്യൂസ് എല്ലാം ഈ റൈസിനകത്തോട്ട് അങ്ങ് ഇറങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഇത് അവിടെ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അവർ ഈ പിറ്റ് അല്ലെങ്കിൽ കുഴി കവർ ചെയ്ത് വെക്കും. അതൊരു 5-8 മണിക്കൂർ അത് അവിടെ ഇരിക്കും. അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വീടുകളിലൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫയർ പിറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് വീട്ടുകളിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് വളരെയധികം ടേസ്റ്റാണ്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ വേണം. അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി ചാർക്കോളൊക്കെ കത്തിച്ച് ഇതിനകത്ത് വെക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. പക്ഷേ ഇത് നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ചിക്കൻ മന്തിക്ക് വേണ്ട ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതൊരു 3 പൗണ്ട് ചിക്കനാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ചിക്കൻ ലെഗ് ക്വാർട്ടേഴ്സാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് വലിയ പീസാക്കിയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. ഇത് 2 ടീസ്പൂൺ കുരുമുളകാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നല്ല ജീരകം അല്ലെങ്കിൽ സാധാരണ ജീരകം, ഇത് 1.25 ടീസ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഗരം മസാലയാണ് അടുത്ത ഐറ്റം. ഇത് 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ ബുള്ളിയനാണ്. ഞാനിപ്പോൾ 2 ക്യൂബാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് പുതിനയില, അത് 1 ടേബിൾ സ്പൂണാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്, അത് 2 ടേബിൾ സ്പൂൺ. നമ്മൾ കുറച്ച് കളർ ഇതിൽ ചേർക്കുന്നുണ്ട്. റെഡ് ഫുഡ് കളറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് എണ്ണ കൂടി നമുക്ക് വേണം. നമുക്ക് ഏത് തരം ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടിരിക്കുകയാണ്. അത് നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിൻ്റെ അകത്തോട്ട് വെക്കണം. അപ്പോൾ ഒരു നല്ല വട്ടമുള്ള ഒരു പാത്രം എടുക്കണം. കാരണം ഇതെല്ലാം ഒരു ലെയറായിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് വെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കനെ ഇതിനകത്തേക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഒരു ഫോർക്ക് കൊണ്ട് ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്ന് കുത്തി വെക്കണം. അപ്പോൾ മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു സ്ക്യൂവർ കൊണ്ടായാലും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് കയറിക്കോളും. ഇവിടെ എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ മസാല അങ്ങ് ഇട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ കുരുമുളക് അങ്ങ് ഇടാം. ഇതൊരു 2 ടീസ്പൂൺ കുരുമുളകാണ്. അത് ക്രഷ് ചെയ്ത കുരുമുളക്, ഫ്രഷായിട്ട് നമ്മൾ ക്രഷ് ചെയ്താണ്. അത് ആദ്യം അങ്ങ് ഇടാം. അത് എല്ലാത്തിൻ്റെയും മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് ഇടണം. അതിനുശേഷം ഇത് ജീരകമാണ്. നമ്മൾ 1.25 ടീസ്പൂൺ ജീരകപ്പൊടിയാണിത്. ഇതോടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത് ഗരം മസാലയാണ്. ഇത് 1 ടീസ്പൂണാണ്. ഇതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത് 1 ടേബിൾ സ്പൂൺ പുതിനയില അല്ലെങ്കിൽ മിൻറ്റാണ്. ഇത് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും ആത്തക്ക വിധത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതുകൂടി ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മന്തിക്ക് വേണ്ട ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ബുള്ളിയനാണ്, ചിക്കൻ ക്യൂബ്. ഇതാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒരു 2 എണ്ണം ഇങ്ങനെ പൊടിച്ചങ്ങ് ഇടാം. മിക്കവാറും ഇത്ര മതിയായിരിക്കും. ഞാനിത് ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഇത് മതിയോ എന്ന് പറയാം. വേറെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതൊരു ഉപ്പുള്ള ചിക്കൻ ബുള്ളിയന് നല്ല ഉപ്പുണ്ടല്ലോ, അത് മതി. പിന്നെ ഇത് റെഡ് കളറാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ ഇത് ഇടേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത് കാണാനൊക്കെ ഒരു നല്ല ഭംഗി വരാൻ വേണ്ടിയാണ് ഞാനിത് ഇടുന്നത്. ഇത് ഇടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. വേണ്ട, ഇത്രയും കളറേ ഞാൻ ഇടുന്നുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം.
ഇതൊരു 1/4 കപ്പ് ഓയിലാണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. നമ്മളിനി ഇത് കഴിഞ്ഞ് വേറെ ഓയിലൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല, വേറെ നെയ്യോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും ഓയിലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലായിടത്തും നന്നായിട്ട് പറ്റത്തക്ക വിധത്തിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇതിന് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഒരു ചിക്കൻ പുള്ളിയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 3 എണ്ണമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടെ ഇതെല്ലാത്തേക്കും ആകത്തക്ക വിധം നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഓരോ കമ്പനിയുടെ ഇതിന് വ്യത്യാസം വേണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ചിലതിന് ഉപ്പ് കൂടുതൽ കാണും, ചിലത് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം തിരുമ്മി ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നിങ്ങൾക്ക് ഇനി ഉപ്പ് ചിക്കൻ പുള്ളിന് ഇട്ടിട്ട് ഉപ്പ് പാകം അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചിക്കൻ പുള്ളിനും ഓരോ ഉപ്പാണ്. ചിലതിന് ഉപ്പ് കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ നമ്മൾ വെച്ചാൽ മതി. ഇതിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട റൈസ് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സെല്ല ബാസ്മതി റൈസാണ്. ഇത് വൈറ്റ് ബാസ്മതി റൈസാണ്. ഇത് മറ്റ് റൈസിനേക്കാൾ ഇതിന് കുറച്ചുകൂടി നീളമുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. സാധാരണ മന്തിക്കൊക്കെ ഇങ്ങനത്തെ നീളമുള്ള റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളത് മേടിക്കുമ്പോൾ പ്രത്യേകം നോക്കണം, സെല്ല ബാസ്മതി റൈസ്. അപ്പോൾ ഇത് നമ്മൾ കഴുകി 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇത് 1 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ കുതിരാൻ വേണ്ടി 1 മണിക്കൂർ വെക്കുവാണ്. അതിന് ശേഷം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും കാണിക്കാം. ഇപ്പോൾ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിത് അടുപ്പേ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട്. ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം നമുക്കിത് തീ കുറച്ച് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ച് ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഓരോ ചിക്കനും നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതിൽ തന്നെ കിടന്ന് അത് കുക്ക് ചെയ്തോളും. നമ്മളിതിനകത്ത് വേറെ എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ആദ്യം ആഡ് ചെയ്ത എണ്ണ മാത്രമേ ഉള്ളൂ. അതിൽ കിടന്ന് അത് വെന്തുകൊള്ളും. ഇനി നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. അതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇടണം. 2 കറുവാപ്പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക്, ഇതെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ വേറൊരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഡ്രൈ ലെമണാണ്. ഇതിവിടെ നോർത്ത് ഇന്ത്യൻ സ്റ്റോർ വാങ്ങിക്കാൻ കിട്ടും. അത് 1 ലെമണാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ കടകളിലും അത് കിട്ടും. പിന്നെ ഒരു ചിക്കൻ ക്യൂബ് വേണം. അതിനൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഒരു ചിക്കൻ ക്യൂബ് ഇടുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം, കാരണം അരി അങ്ങ് വിട്ട് പോകാൻ വേണ്ടിയാണ് ഇതിടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്പൈസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ നാരങ്ങ നമ്മളിതൊന്ന് കഴുകി വെച്ചിരുന്നതാണ്, അതുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ചിക്കൻ ക്യൂബോടെ ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ക്യൂബിന് കുറച്ച് ഉപ്പുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടെ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്യുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരുന്നോളും. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിതങ്ങോട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ അവിടെ ഇരുന്ന്. നമ്മൾ ചോറുണ്ടാക്കാൻ വെച്ചിരുന്ന വെള്ളം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവർ കുറച്ചൊക്കെ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഞാനിത് വെള്ളമൊക്കെ ഊറ്റി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്നതാണ്. ആ റൈസ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 തരത്തിൽ റൈസ് വെക്കാം. ഒന്നിങ്ങനെ നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഇത് ഊറ്റി എടുക്കത്തക്ക വിധത്തിലുണ്ടാക്കാം, വെള്ളം കൂടുതൽ ഒഴിച്ച്. അല്ലെങ്കിൽ നമുക്ക് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അരി 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം, ആ രീതിയിൽ ഡബിൾ വെള്ളം ഒഴിച്ച് അത് നമ്മൾക്ക് പറ്റിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ ഞാനിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. ആഹാ, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. ഇതൊരു 20-25 മിനിറ്റ് എടുത്ത് ഇതൊന്ന് വേകാനായിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല റെഡിയായിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മന്തിയുടെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കാം. മന്തിക്ക് വേണ്ട റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു 3/4 വേവ്, അരി 3/4 വേവായപ്പോൾ തന്നെ ഞാനിത് ഊറ്റിയെടുത്തിരുന്നു. കാരണം ഇത് ഒത്തിരി വെന്ത് പോയാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് 3/4 വേവായപ്പോൾ തന്നെ നമ്മളിത് എടുത്തത്. പിന്നെ നമ്മൾ 5-6 പച്ചമുളക് ഇതുപോലെ നമ്മൾക്ക് ഈ ചൂടുള്ള റൈസിനകത്തോട്ട് ഇങ്ങനെ കുത്തി വെക്കാം. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ അത് നമ്മൾ റൈസ് മിക്സ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ കാണുന്നത് ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് മഞ്ഞൾ തന്നെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിനകത്തോട്ട് ഇതുപോലെ നമ്മൾ അങ്ങ് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിന് നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ ചാർക്കോൾ, നമ്മൾ ഈ ബാർബിക്യൂവിനൊക്കെ ഉപയോഗിക്കുന്ന ചാർക്കോൾ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അത് നമ്മളൊരു പാത്രത്തിൽ വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചാണ് ഇത് നമ്മളതിൻ്റെ സ്മോക്കി ഫ്ലേവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയ ആ ചാർക്കോൾ അതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ നല്ല അത് ഇതിനകത്തോട്ടുള്ള ആ ഫ്യൂംസ് അല്ലെങ്കിൽ പുക വരും. അങ്ങനെയാണ് അതിന് ആ സ്മോക്കി ഫ്ലേവർ വരുന്നത്. കേട്ടോ, നല്ല പുക വരുന്നത് കേട്ടോ. ഉടനെ തന്നെ നമ്മളിത് അടച്ചു വെക്കണം. ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നമുക്കിതങ്ങ് അടച്ചു വെക്കാം. കാരണം അതിൻ്റെ ആ ഫ്ലേവർ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കുന്നത്. അതിനുശേഷം നമുക്കതിൻ്റെ അടപ്പ് കൊണ്ട് നന്നായിട്ട് അങ്ങ് ടൈറ്റായിട്ട് അങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ അതെല്ലാം തന്നെ അതിനകത്ത് ആ ഫ്ലേവർ എല്ലാം തന്നെ അതിനകത്തോട്ട് കിട്ടിക്കോളും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റൈസ് ഇത് വെക്കുമ്പോൾ നമുക്ക് അതിനടിയിൽ നേരെ തീ കത്തിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിനടിയിൽ ഒരു പാത്രം വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ പഴയ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ റൈസിൻ്റെ പാത്രം വെക്കുന്നത്. എന്നിട്ട് നമ്മൾ തീ അതിനകത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മുടെ റൈസ് ഒരു 30 മിനിറ്റ്സോളം നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കണം. ആ സമയത്ത് നമുക്കൊരു ചട്നി തയ്യാറാക്കാം. ആ ടൊമാറ്റോ ചട്നിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ തക്കാളി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് വേണം, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകം വേണം, കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് നാരങ്ങ നീരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയാണിത്, ഇതൊരു വലിയ തക്കാളിയായിരുന്നു, അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ജീരകം ഇത്ര ഇട്ട് നമുക്ക് ആദ്യം അരയ്ക്കാം. മല്ലിയില പിന്നെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഇവിടെ എടുത്തത്. ആദ്യം ഞാൻ അര നാരങ്ങയുടെയാണ് എടുത്തത്, പക്ഷേ അത് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ മുഴുവൻ ജ്യൂസ് എടുത്തു. അത് ഇതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് മല്ലിയില ഇടണം. അപ്പം മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് ഒത്തിരി അങ്ങ് അരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അങ്ങ് ഒത്തിരി അരഞ്ഞു പോയാൽ അതിനൊരു പച്ച കളർ വരും. അതുകൊണ്ടാണ് നമ്മളിത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഇതോടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മളിത് അരച്ച് കഴിയുമ്പോൾ നോക്കണം, നമുക്ക് ഓരോരുത്തർക്കും പുളിയൊക്കെ കൂടിയും കുറഞ്ഞുമാണല്ലോ ആവശ്യം. അപ്പം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂടുതൽ ലെമൺ ജ്യൂസ് ഒഴിക്കണമെങ്കിൽ അത് ഒഴിക്കാം, അല്ലെങ്കിൽ ഈ ഒരു നാരങ്ങ തന്നെ മതി. ഇപ്പോൾ ഒരു വലിയ തക്കാളിക്ക് ഒരു നാരങ്ങ മാത്രം മതി. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. ഇനി നമുക്കതൊന്ന് തുറന്നു വെക്കാം. ഈ ഫോയിൽ പേപ്പർ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ. അത് എന്തൊരു പ്രത്യേക ഒരു സുഗന്ധമാണ്. എല്ലാവർക്കും ഇത് അയ്യോ എന്ത് നല്ല മണമെന്നറിയാമോ ഇത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ചാർക്കോൾ എടുത്ത് മാറ്റാം. പിന്നെ നമ്മൾ ആ ചിക്കൻ ആദ്യം ഒന്ന് ഈ പ്ലേറ്റിൽ നിന്ന് ഇതിൽ നിന്നൊന്ന് മാറ്റുകയാണ്. അതിന് ശേഷം നമുക്ക് ഈ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ അതിനകത്തേക്ക് തിരിച്ചു വെക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ തന്നെ എല്ലാ പീസസും തന്നെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ റൈസ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെർവിങ് ഡിഷിനകത്തേക്ക് എടുക്കാം. അപ്പോൾ എല്ലാ ആ യെല്ലോ കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അടിയിൽ നിന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ഇതുപോലെ കുറേശ്ശെ ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതങ്ങ് എടുക്കാം. ഇത് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ആ സ്മോക്കി ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ സെർവിങ് ഡിഷിനകത്തേക്ക് മാറ്റി അതിന് ശേഷം നമ്മൾ ആ ചിക്കൻ പീസ് എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പം ചിക്കൻ പീസോടെ ഇങ്ങനെ എടുത്ത് വെച്ചു. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ചിക്കനെല്ലാം തന്നെ കുറച്ച് പീസസ് നമ്മളിങ്ങനെ എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മളുണ്ടാക്കിയ ആ ടൊമാറ്റോ ചട്നി അതിൻ്റെ നടുക്കോട്ട് വെക്കണം. അപ്പോൾ ആ ചട്നിയോട് ഞാനിവിടെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ ഈ ടൊമാറ്റോ കൊണ്ട് ഒരു ചെറിയ റോസ് ഉണ്ടാക്കിയായിരുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റോസാണ്. അതുകൂടി വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇനി എപ്പോഴെങ്കിലും അത് കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതോടെ വെച്ച് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ നമുക്ക് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ഡിഷാണ്.
നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യുക. കാണാനും അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. നിങ്ങളാരും ഉണ്ടാക്കാതിരിക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യുക. ഒന്നുണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കോളും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും നല്ലൊരു ഡിഷ് കാണിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, നമുക്ക് ചിക്കൻ മന്തി എത്ര എളുപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കാമെന്ന്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇത് ഒത്തിരി സ്പൈസി അല്ലാത്ത ഒരു ഡിഷാണ്. ഇതിൻ്റെ കൂടെയുള്ള ടൊമാറ്റോ ചട്നി അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലീസ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു റൺ ബട്ടൺ ഉണ്ട്, അതൊന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ആവും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.